ഹലോ, അപ്പം ഇന്ന് സമയം ഇത്തിരി ലേറ്റായി. ഞാൻ എഴുന്നേക്കാൻ കുറച്ച് വൈകി പോയി. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ദോശ റെഡിയാക്കണം. അതിനൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആൾ പോകാൻ റെഡിയാവും. അപ്പം ഞാൻ ഇന്നലെ രാത്രി ദോശ കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ കണ്ടോ, അധികം ഒന്നും പൊന്തിയിട്ടില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ, കണ്ണൂരൊക്കെ ആണെങ്കിൽ അരച്ച് വെച്ചതിന് ശേഷം കള്ളുണ്ടല്ലോ, മട്ട് എന്ന് പറയും ഞങ്ങള്. കള്ളിന്റെ മട്ട് ചേർത്തിട്ട് വെക്കും. മട്ട് ചേർത്തിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ രാവിലത്തേക്ക് ഇങ്ങനെ നല്ല പൊന്തി നല്ല പതഞ്ഞ് മറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഇപ്പം എനിക്ക് കള്ളൊന്നും കിട്ടത്തില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് എനിക്ക് എൻ്റെ ഈസ്റ്റും കയ്യിലുള്ളത് കഴിഞ്ഞു പോയി. കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ചു നേരം ഒന്ന് ഉപ്പ് ഇട്ടെന്ന് വെച്ചാൽ സെറ്റാണ് ദോശയൊക്കെ. അതിൻ്റെ ഇറക്കാണ് കെട്ടിൻ്റെ വക ഒരു കളിയാക്കൽ ഗൈസ്. പക്ഷേ ഇൻസൾട്ടാണ് മുരളി. എന്നാ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ്. പൊക്കോ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ. നമ്മളെ ചുറ്റും കളിയാക്കാൻ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. പക്ഷെ ഞാൻ ഒന്നും മൈൻഡാക്കില്ല. കാരണം എനിക്ക് ഭയങ്കര തുലിക്കട്ടിയാണ്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ കളിയാക്കുന്നേ. ഇപ്പൊ ട്രിവാൻഡ്രത്തായതുകൊണ്ട് ഇവരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇവരുടെ സ്ലാങ് എനിക്ക് ഓവറായിട്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ കുറച്ച് അച്ചടി ഭാഷ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ തനി നാടൻ ഭാഷയിൽ സംസാരിച്ചാൽ അത് ഇവർക്കും മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ ഇവരോടും മൊത്തത്തിൽ ഇവിടെയും സംസാരിക്കുന്നത് നാട്ടിൽ ഞങ്ങളുടെ പേഴ്സണൽ ഞങ്ങളുടെ നാടൻ ഭാഷയും എല്ലാം കൂടി മിക്സായിട്ട് എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരുമാതിരി എന്തൊക്കെയോ ഒരു ബാഡ് സംസാരം. ഇപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല, പക്ഷെ എന്നെ കൂടുതൽ അറിയുന്നവർ വിചാരിക്കും എന്താ ഇവരുടെ സംസാരത്തിന് എന്തൊരു മാറ്റം വന്നേന്ന്. ശരിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സംസാരം കുറച്ചൊന്ന് ശരിയാക്കും. ഒന്നുകിൽ നീ കണ്ണൂരിലെ സ്ലാങ് സംസാരിക്ക്, അല്ലെങ്കിൽ നീ ഒന്നുകിൽ ഇവിടുത്തെ രീതിയിൽ ഏതെങ്കിലും ഒരു സംസാരം സംസാരിക്കുന്നു പറഞ്ഞിട്ടാണ് എൻ്റെ ആള് എന്നെ കളിയാക്കി പോയത്. ഞാൻ കുറച്ച് സമയം എടുക്കും ശരിയാവാൻ വേണ്ടി. എന്നാലും നമ്മുടെ മാവ് ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സംസാരം റെഡി ആയില്ലെങ്കിലും ഓക്കെയാണ്. അപ്പം മാവ് കുറച്ച് നേരം നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നല്ല കാന്താരി ചട്നി ഉണ്ടാക്കാം. ചമ്മന്തിക്കുള്ള കാന്താരി വരയ്ക്കാൻ പോയിട്ട് വരാം. നടക്കുമോ? കാന്താരി എല്ലാം കഴിഞ്ഞു കേട്ടാ. രണ്ട് മൂന്ന് ചെടിയിൽ നിന്ന് നമുക്ക് ആകെ ഇത്ര കാന്താരി കിട്ടിയുള്ളൂ. കാന്താരി എല്ലാം ഏകദേശം തീർന്നു. ചമ്മന്തിക്കുള്ള കാന്താരി പറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്ര പോലെ കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ചമ്മന്തി ആക്കാൻ വേണ്ടി ഇത്രേ വേണ്ടു. ചമ്മന്തിക്കുള്ള തേങ്ങ ചിരകാം. ചമ്മന്തിക്കുള്ള തേങ്ങ ചിരകി കഴിഞ്ഞു. ചമ്മന്തി എന്ന് പറയുമ്പോ എല്ലാവരും എങ്ങനെ ആക്കല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ തേങ്ങ, അതിൽ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി, പച്ചമുളകുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് കാന്താരി ഒക്കെ എടുത്ത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഉപ്പും ഇട്ടിട്ട് സടേന്ന് പറഞ്ഞിട്ട് അടിക്കുക. കൂടെ കുറച്ച് തൈരും കൂടി ചേർക്കാം കേട്ടോ. ജലദോഷമാണ് ഗൈസ്, അതുകൊണ്ട് നടക്കൊരു. ഇപ്പം തൈരും കൂടി ചേർത്ത് അരക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്. പിന്നെ തൈര് കൂട്ടാന്ന് പറഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഹസ്ബൻഡിന് തൈര് ഒഴിച്ചിട്ട് ആളാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ഒഴിക്കുന്നത് കണ്ടാൽ ആള് പെട്ടെന്നൊരു ബാഡ് ഫീലിംഗ് ആയിരിക്കും. ഇത് നാനിവള് പണിയെടുക്കുന്ന വെച്ചിട്ട്. പക്ഷേ സാധനം അടിപൊളിയാണ്. സത്യം പറയാൻ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അമ്മ അടുക്കളയിൽ നിന്ന് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കൂടുതലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് എൻ്റെ അമ്മയുടെ റെസിപ്പി തന്നെയാണ് വരാറ്. അപ്പം നമുക്ക്
ചമ്മന്തി ആക്കാം. അപ്പം നമ്മൾ ചമ്മന്തി ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ദോശയാക്കാൻ വിചാരിച്ചിട്ടാണ്. കാരണം നേരത്തെ ദോശ ആക്കി കഴിഞ്ഞാൽ അത് തണുത്ത് പോവില്ലേ. അപ്പം നമ്മൾ ചമ്മന്തിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ കാന്താരിയും തേങ്ങ, അതിൽ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തൈര് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ഉപ്പൊക്കെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് അറിയാലോ. തൈരും ഞാൻ ഒരാവശ്യത്തിനേ എടുത്തിട്ടുള്ളൂ, കാരണം അധികമായാലും ചിലപ്പോൾ പുളിക്കും. അപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുക്കൽ കാരണം ആൾക്ക് മിക്കവാറും ലേറ്റ് ആവും. അപ്പം നമുക്ക് ഇതിന് ദോശക്കുള്ളത് ദോശ ചൂടാൻ എന്നെക്കാൾ സ്പെഷ്യലിസ്റ്റ്. അതായത് ഞാൻ ദോശ ചൂടും, പക്ഷെ നമ്മളെ ദോശ കല്ലുണ്ടല്ലോ അതിലെനിക്ക് ദോശ കിട്ടും, നല്ല വൃത്തി കിട്ടും. പക്ഷേ ഈ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ദോശ കിട്ടാൻ കിട്ടത്തില്ല. അപ്പം ദോശ ചൂടാൻ എന്നെക്കാൾ സ്പെഷ്യലിസ്റ്റ് ഏട്ടനാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ചേട്ടൻ്റെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. കണ്ടേ എൻ്റെ ദോശ? ഏട്ടാ നിങ്ങൾ വരുവാ? അപ്പൊ നമ്മൾ ദോശമാവ് കൈമാറി. ഇത് ഞാൻ ഉണ്ടാക്കിയ ദോശ. എനിക്ക് പോണം, നിന്റെ കളി കൊണ്ട് ഇടുന്നുണ്ടല്ല. പാട്ട് ദോശ അമ്മ ദോശ അമ്മ സുട്ട ദോശ ഇതെല്ലാം ഞാൻ ഇടും. എന്റെ ചാനൽ, എന്റെ ഇഷ്ടം, എന്റെ ഫേസ് ഇടാൻ നിനക്ക് അവകാശമില്ല. ഉണ്ട്. അവകാശമില്ല. നോ റൈറ്റ്സ്. ഉണ്ടാവില്ല. ഉണ്ട്. കേട്ടിന് ഫാൻസി വരും എല്ലാരും ഇത് കണ്ടിട്ട്. ഭാര്യക്ക് ദോശയെല്ലാം ചുട്ടു കൊടുക്കുന്നു. സ്നേഹനിധി ആരും മേമാരെ ആ പെണ്ണൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല അവന്. എന്താ ബൈ ബൈ ബൈ. പാട് വിളിക്കണേ, ഫുഡ് കഴിക്കണേ വേഗം. പിന്നെ വീഡിയോ ഒക്കെ എന്തൊക്കെയോ ആയിപ്പോയി. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യും പറയാം കറക്റ്റായിട്ട് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ. കാരണം വെച്ചാൽ ഞാൻ ലേറ്റായി എഴുന്നേക്കാൻ, പിന്നെ ആൾക്ക് പോവാനും വൈകും, കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് ഫുഡൊക്കെ വേഗം ആക്കി കഴിഞ്ഞിട്ട് കഴിക്കുന്നതൊന്നും ശരി കിടക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ആക്കി അതിൽ തന്നെ കഴിക്കുകയാണ് ചെയ്തത്. ആളും ലേറ്റായി.
അതുകൊണ്ട് തന്നെ എല്ലാം ചടപട. ഇനി എപ്പോഴെങ്കിലും ആൾക്ക് ലീവുള്ള ദിവസം നല്ല വീഡിയോ ആളെയും കൂട്ടിയെടുക്കാം. ആദ്യമായിട്ടാട്ടോ ഒത്തൊരു വീഡിയോ, ഹസ്ബൻഡിനെയും കൂട്ടിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും, ദോശയൊക്കെ ഒന്ന് ചുട്ടുന്നില്ലേ, അതുപോലെ ആളെന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കൂടുതലും ആളെന്നെ ചെയ്യും. അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇതൊന്നുമല്ല, ഇത് വൈഫ് ഇതൊക്കെ ചെയ്തു തരണം അങ്ങനെയുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഭാരിച്ച ജോലികളൊന്നും ഉണ്ടാവാറില്ല. പലപ്പോഴും ആള് തന്നെ ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. രണ്ടാളും കൂടി അങ്ങനെയാണല്ലോ നല്ലൊരു റിലേഷൻ. സോ അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്ത ആളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ ഒത്തിരി പേർക്കൊന്നും ഇഷ്ടപ്പെടാനുള്ളതൊന്നുമില്ല എൻ്റെ ചാനലിൽ. കുറച്ച് ഞാനിങ്ങനെ കാല് വെച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പം ബോറടിക്കുകയൊക്കെ ചെയ്യും. അപ്പം കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് എന്തായാലും കണ്ടിട്ട് പോവുകയാണല്ലോ, അപ്പം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടാ. നിങ്ങൾക്കും ഒരു കുഴപ്പമില്ല, എനിക്കും ഒരു കുഴപ്പമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.